ഹായ് ഗായ്സ്, അപ്പോൾ ഇതാ നമ്മൾ നല്ല ചൂട് കാരണം വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതാ പശുവിൻ്റെ തൊഴുത്തിൽ വന്നിരിക്കുന്ന അവസ്ഥയാണ് കേട്ടാ. ഇതാ ഇവിടെ അപ്പു മിക്കൂസ് എന്താ കാണിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടാ. മിക്കൂസ് ഉറങ്ങിയതായിരുന്നു, പക്ഷെ ചൂട് കാരണം അവൻ എണീറ്റ്. ഫാനിൽ നിന്നൊക്കെ നല്ല ചൂട് കാറ്റാട്ടാ വരുന്നത്. മിക്കു നോക്ക്, ഷർട്ട് ഇട്ട് കൊടുത്തിനൊക്കെ അഴിച്ച് വെച്ച് ഡ്രസ്സൊന്നും ഇടാണ്ടാണ് നടന്നത്. മിക്കു ക്രിക്കറ്റ് കളിക്കയോ? മിക്കു എന്താ ചെയ്യണേ? മിക്കു കച്ചിയാണ് അത്രേ. ഇവർക്ക് രണ്ടാൾക്കും ബാറ്റും ബോളും തന്നെയാണ്. ഇവിടെ അത്ര വെയിലില്ല കേട്ടോ. അപ്പു മിക്കുവൊക്കെ നിൽക്കുന്നവിടെ തണലുണ്ട്. ഏ മിക്കു 6 ആണോ 4 ആണോ? 4 ആണോ? ട്രൈപോഡ് വേണം പറഞ്ഞിട്ട് അടി ഉണ്ടാക്കിയിട്ട് വാങ്ങിച്ചിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ തണ്ണിമത്തം കൊണ്ടുവന്നതിനേക്കതാ പ്ലേറ്റും കപ്പൊക്കെ എടുത്ത് നിലത്തിട്ടിട്ടുണ്ട്. മിക്കു മമ്മന്റെ ഫോൺ എടുത്തിട്ട് വരാൻ പറയും. ഡാഡിന്റെ അടുത്ത് പോയിട്ട് പോ. മമ്മന്റെ ഫോൺ എടുത്തിട്ട് വാ. അപ്പോ എന്റെ ഫോൺ എടുത്തിട്ട് വാ. വേണ്ട, നല്ല കൊട്ടും ചൂടായിട്ടാ. ഈ ചൂടത്ത് നമ്മളിതാ മിക്കു ഉറങ്ങാത്തതിന്റെ അലമ്പൊക്കെ കാണിക്കുന്നുണ്ട്. ചൂട് കാരണം കുട്ടിക്ക് ഉറങ്ങാനും പറ്റാണ്ട്. എന്റെ സമൂസ വാങ്ങിച്ചിട്ട് തിന്നാണ്. ഞാൻ കഴിക്കില്ല. അപ്പൊ നിങ്ങൾ തൊഴുത്തിൽ തന്നെയാണ് കിടപ്പ്? ഞാൻ വിചാരിക്കുന്നത് തൊഴുത്തിൽ തന്നെ കിടന്നാലോ എന്നാണ്. അവിടെ ചൂട് കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല. നല്ലതാണ്. ഒരു ഫാനില്ലേ നമ്മൾ വാങ്ങിച്ചു വെച്ചത്. അപ്പൊ തൊഴുത്തിലിപ്പോ 2 പശു ഒരു കഴുതയായി. എന്താ പോത്ത് പോയതുകൊണ്ട് ഞാൻ വേറൊരു പോത്ത്. അപ്പൊ കറക്റ്റാണ്. പോത്ത് പോയതുകൊണ്ട് ഫില്ലായി. അപ്പൊ നേരത്തിന് ഭക്ഷണമൊക്കെ കൊണ്ടുവരണ്ട. വൈക്കോലൊന്നും ഞങ്ങൾ കഴിക്കില്ല. നമുക്ക് ഇതിൻ്റെ മസാല കഴിച്ചു. എന്നാ വെള്ളം ഉറക്കണ്ട. ഞാൻ കഴിച്ചോ മതി. സ്വത്തിന് കൊടുക്കും. വേണ്ട, അവൻ്റെ ഉള്ളിൽ കഴിക്കില്ല. കഴിക്കാം. തൊഴുത്തിലിരുന്നിട്ട് നമ്മുടെ ഭക്ഷണ രീതികൾ. സൂപ്പർ. സമയം 11 മണി 11:30 ആയിട്ടുള്ളൂ. 12 മണി 12 കാലായി. കുഞ്ഞു നമ്മൾ കഴിക്കണം നോക്കി വെള്ളം ഇറക്കി നിൽക്കണത്. അവൾക്ക് കൊടുത്താണ് തണ്ണിമത്തനും പഴമൊക്കെ കൊടുത്താണ് ഇപ്പോൾ. ഞാൻ പോയിട്ട് തണുത്ത വെള്ളം എടുത്തിട്ട് വരാട്ടോ. ഉള്ള വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. എന്താ ഇപ്പോൾ പരിപാടി? തൊഴുത്തും നനയും. ഇവിടെയായിരുന്നു നനയ്ക്കും. എന്തോ ഒരു വെയിലാന്ന് പറയാം. അത്രയും വെയിലാട്ടോ. അതാണ് നമ്മളവളെ നനച്ചു കൊടുക്കുന്നത്. താങ്ങാൻ പറ്റാത്ത വെയിൽ. പശുവിന് മരുന്ന് വെച്ച് കൊടുക്കാൻ പോകട്ടെ. അവളെ ഇതാ കഴുകിയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി മരുന്ന് വെച്ച് കൊടുക്കാൻ പോകണം. കുറച്ച് വെള്ളം കുടിക്കാം. മിക്കൂസിനും വെച്ച് തരാൻ പറയണ്. മിക്കൂസിൻ്റെ കയ്യിൽ മുറിയാണ്, വെച്ച് തരാൻ പറയണ്. ഇത് മുറിപ്പൊടിയാണല്ലേ പൂ, പശുക്കൾക്കുള്ളത്. നല്ല എഫക്റ്റ് ആയിട്ടുള്ള മുറിപ്പൊടിയാണല്ലേ പൂ. ഇത് വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട് മുറിയൊക്കെ. പോത്തുള്ള സമയത്ത് ഡോക്ടർ എഴുതി തന്നാണല്ലേ മൃഗങ്ങൾക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ പറഞ്ഞാൽ നമ്മളിങ്ങനെ മുറിപ്പൊടി വെച്ചിട്ടില്ലെങ്കിൽ അതിൽ ഈച്ചയും കൊതുകും അല്ലേ ഒക്കെ വന്നിരുന്ന് കൊത്തും കേട്ടോ. കാക്കയൊക്കെ വന്നിരുന്ന് കൊത്തും. അപ്പം ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുകളൊന്നും ശല്യം ചെയ്യില്ലല്ലോ. നമ്മുടെ കുഞ്ഞു അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഉച്ച സമയം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ തൊഴുത്തിലെ പരിപാടികൾ ഇതൊക്കെയാണ് കേട്ടോ. നമ്മളിതാ വെയിൽ കാരണം തൊഴുത്തിൽ വന്നിരിക്കേണ്ട അവസ്ഥയാണ്. ഉള്ളിൽ ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. മിക്കൂസിന് ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അത്രയും പാലക്കാടൻ ചൂട് നമ്മളെ കൊല്ലുന്നുണ്ട് എന്ന് വേണം പറയാനില്ല ഇപ്പോൾ. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിരുന്നായിരിക്കും. ബൈ.